രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലെ രാധയുടെ പ്രണയത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 147ാമത്തെ എപ്പിസോഡ് രാധാ റാണിയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം എത്തുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും നിങ്ങൾക്ക് 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും. ചൊവ്വാഴ്ച രാധയുടെ പ്രണയം, വ്യാഴാഴ്ച അഷ്ടപതി. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതല്ല, എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരുണ്ട്. ഞാൻ കൊല്ലത്താണ്, നിങ്ങൾക്ക് വരാം. നിങ്ങൾക്ക് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഹോസ്റ്റൽ സൗകര്യമുണ്ട്. 30 ദിവസത്തിനുള്ളിൽ ഇംഗ്ലീഷ് സംസാരിക്കും. ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരും എന്നതാണ് എൻ്റെ രീതി. പിന്നെ അതുകൂടാതെ ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ കേൾക്കുക. ജ്യോതിഷപരമായി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് 9645333999. നിങ്ങൾ എന്നെ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ തികച്ചും സൗജന്യമായിരിക്കും. 1 രൂപ പോലും ആരിൽ നിന്നും നമ്മൾ വാങ്ങിക്കുന്നതേ അല്ല. അതേപോലെ തന്നെ ഇതിനകത്ത് അഷ്ടാവക്ര ഗീതയുണ്ട്. നിങ്ങൾ അഷ്ടാവക്ര ഗീത കേൾക്കുക. അഷ്ടാവക്ര ഗീത എൻ്റെ മാസ്റ്റർ പീസ് വീഡിയോ ആണ്. ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന ഹെഡിങ്ങിൽ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിശ്ചയമായിട്ടും നിങ്ങളത് കേൾക്കണം. പിന്നെ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഉണ്ട്. ആ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വീഡിയോയും നിങ്ങൾ കാണണം. പിന്നെ നമ്മൾ രാധികാ കവചൻ 2 ഉണ്ട്. അത് 2ഉം നമ്മുടെ കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്. അതുകൂടാതെ രാധാ സഹസ്രനാമമുണ്ട്. രാധികാ കവചൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ രാധാ സഹസ്രനാമമാണ്. ആ രാധാ സഹസ്രനാമം കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്. വരികൾ ഉൾപ്പെടെയും വരികളില്ലാതെയും അതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ നിങ്ങൾ കാണുക. പിന്നെ കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായെന്ന വീഡിയോ കാണണം. ലിങ്ക് ആവശ്യമുള്ളവർ എൻ്റെ 9645333999 മെസ്സേജ് അയച്ചാൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് അയച്ചു തരും. അപ്പോൾ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ
ബർസാനെ വാരി രാധാറാണിക്ക് ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരിത്തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പൊ നമുക്ക് ആരംഭിക്കാം. അപ്പോൾ ഓർമ്മ വേണം, കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായ എന്ന വീഡിയോ ഉണ്ട്, നമുക്ക് നിശ്ചയമായിട്ടും നിങ്ങളത് കണ്ടിരിക്കണം. അപ്പോൾ ഇന്ന് 147ാമത്തെ എപ്പിസോഡാണ്. അപ്പം നമ്മൾ കുറച്ച് നാളിന് ശേഷം നമ്മൾ എവിടെയാണ് നിർത്തിയതെന്നൊക്കെ നിങ്ങൾ ഓർമ്മയുണ്ടല്ലോ. അവിടുന്ന് നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ഇടയ്ക്ക് വെച്ച് നമ്മൾ നിങ്ങളുടെ ഉത്കണ്ഠ മുഖാന്തരം ഞാൻ ആ കണ്ടിന്യൂറ്റി വിട്ടിട്ടാണ് കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. രാധാറാണിയെ കുറിച്ചുള്ള ഒരു കൊച്ചു കാര്യം പറഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ രാധയുടെ പ്രണയത്തിൻ്റെ വിശാലമായ ഇതിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കൃഷ്ണഭക്തരാണെങ്കിൽ നിശ്ചയമായും അഴകാർ കോവിലിൽ പോയിരിക്കണം. അഴകാർ കോവിലിനെ കുറിച്ച് വളരെ വിശദമായ ഒരു വീഡിയോ കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ ഇട്ടിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ശരിക്കും നിങ്ങളൊരു കൃഷ്ണഭക്തനാണെന്ന് കൃഷ്ണൻ അംഗീകരിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് സത്യത്തിൽ അഴകാർ കോവിലിൽ ചെല്ലുമ്പോഴാണ്. നിങ്ങൾ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോകാറുണ്ട്, അത് ശരിയാണ്. ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ജനലക്ഷങ്ങൾ വന്നും അറിയുന്നുണ്ട്. ഗുരുവായൂരപ്പൻ്റെ അടുത്ത് വന്നതുകൊണ്ട് അവരെല്ലാം കൃഷ്ണൻ്റെ ഭക്തരായി, കൃഷ്ണൻ അംഗീകരിച്ചു എന്ന് കരുതരുത്. അത് നിങ്ങളുടെ ഒരു എന്താ പറയേണ്ട ഇഷ്ടപ്രകാരം വരുന്നു. പക്ഷേ കൃഷ്ണൻ നിങ്ങളെ ഭക്തരായി അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിശ്ചയമായും അഴകാർ കോവിലെത്തും. അവിടെ നിങ്ങൾക്ക് പണമില്ല എന്നൊന്നും പറയണ്ട, ആ പണം ഭഗവാൻ തന്നിരിക്കും. ഇനി കോടീശ്വരനാണെങ്കിലും ശരി, അവന് ഈ കൃഷ്ണൻ്റെ അനുഗ്രഹമില്ലെങ്കിൽ അഴകാർ കോവിലെത്താൻ പറ്റില്ല. അപ്പം ഞാൻ ഈ കഴിഞ്ഞ ശനിയാഴ്ച അഴകാർ കോവിലിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കൃഷ്ണഭക്തർ കാണണം. ആർക്കെങ്കിലും അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നമ്പർ 9645333999 നിങ്ങൾ എനിക്കൊരു വാട്സപ്പാണ്, വാട്സപ്പിലേക്ക് അയച്ചാൽ നിങ്ങൾക്ക് ഞാൻ ആ ലിങ്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഒരു ദിവസം രാധാറാണിയും വിശാഖയും കൂടെ അങ്ങനെ യമുനയുടെ തീരത്തിരിക്കുകയാണ്. അപ്പോൾ വിശാഖ ചോദിച്ചു, രാധയെ, ഇപ്പോൾ കണ്ണൻ എന്ത് ചെയ്യുകയായിരിക്കും? രാധാറാണി ഒന്ന് പുഞ്ചിരിച്ചു. രാധാറാണി പറഞ്ഞു, കൃഷ്ണന് തിരക്കല്ലേ, അവനിപ്പോ ദ്വാരക അധീശനല്ലേ, അവൻ ധർമ്മം സ്ഥാപിക്കാൻ നടക്കുകയല്ലേ, അതുകൊണ്ട് പിടിപ്പത് തിരക്കായിരിക്കും, എവിടാണെന്ന് ആർക്കറിയാം. അപ്പൊ വിശാഖ പറഞ്ഞു, നമ്മളെയൊക്കെ കൃഷ്ണൻ മറന്നു കാണും അല്ലേ? അപ്പൊ രാധാറാണി പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, കൃഷ്ണൻ മറക്കുകയോ കൃഷ്ണൻ മറക്കാതിരിക്കുകയോ അത് എൻ്റെ വിഷയമല്ല വിശാഖേ. പക്ഷേ വിശാഖേ, നിന്നോട് ഞാനൊരു കാര്യം പറയാം. എനിക്ക് അവനെ മറക്കാൻ സാധ്യമല്ല. എനിക്കവനെ ഒരിക്കലും മറക്കാൻ സാധ്യമല്ല. അവനില്ലാത്ത ഒരു നിമിഷം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഈ രാധ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത് അവൻ ഭൂമിയിലുണ്ട് എന്നുള്ള ഒറ്റ കാര്യത്തിലാണ് വിശാഖേ. വിശാഖ വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഇതൊക്കെ കേട്ടപ്പോൾ രാധാറാണിയെ നോക്കിയത്. അപ്പോൾ രാധാറാണി പറഞ്ഞു, അവൻ ഈ ഭൂമിയിലില്ലെങ്കിൽ പിന്നെ ഞാനില്ല. എനിക്കൊരാഗ്രഹമുണ്ട് വിശാഖേ. അപ്പോൾ വിശാഖ ചോദിച്ചു, എന്താണ് ആ ആഗ്രഹം? എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഇതാണ്, എനിക്ക് ആദ്യം പോകണം ഈ ഭൂമിയിൽ നിന്ന്. എനിക്ക് ഈ ഭൂമിയിൽ നിന്ന് ആദ്യം തിരിച്ചു പോകണം. കാരണം കൃഷ്ണനാണ് ആദ്യം ഭൂമിയിൽ നിന്ന് പോകുന്നതെങ്കിൽ കൃഷ്ണന്റെ മരണം എനിക്ക് താങ്ങാൻ കഴിയില്ല താങ്ങാൻ കഴിയില്ല വിശാഖേ. അതുകൊണ്ട് കൃഷ്ണനേക്കാൾ മുമ്പ് എനിക്ക് മരിക്കണം. അപ്പൊ വിശാഖ പറഞ്ഞു, ഇപ്പൊ എന്തിനാണ് ഈ മരണത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്? അപ്പൊ രാധാജി പറഞ്ഞു, അല്ല, എൻ്റെ മനസ്സ് പറയുകയാണ്, ഞാൻ ഇന്നും ഇങ്ങനെ ഇരിക്കുന്നത് ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ കൃഷ്ണനുണ്ട് എന്ന ചിന്തയിലാണ്. ആ കൃഷ്ണനുണ്ട് എന്ന ചിന്തയ്ക്ക് എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ പിന്നെ
എനിക്ക് പറ്റില്ല, അതുകൊണ്ട് എനിക്കാദ്യം പോകണം, അതിനുള്ള വരം വാങ്ങണം എനിക്ക്, അതിനെന്താ ചെയ്യേണ്ടത് വിശാഖേ? അപ്പോൾ വിശാഖ പറഞ്ഞു, നല്ലവണ്ണം ആലോചിച്ചോ? അപ്പോൾ പറഞ്ഞു, നല്ലവണ്ണം ആലോചിച്ചു. ആദ്യം മരിക്കേണ്ടത് ഞാനായിരിക്കണം. തിരിച്ച് കൃഷ്ണൻ മരിച്ചാൽ പിന്നെ രാധ ആ സമയത്ത് ശവമാണ് വിശാഖേ. അപ്പോൾ വിശാഖ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സാക്ഷാൽ നാരായണനെ തന്നെ നീ തപസ് ചെയ്ത് വരം വാങ്ങിക്കൂ. അപ്പൊ രാധാറാണി പറഞ്ഞു, അത് നല്ല ഒരാശയമാണല്ലോ. അങ്ങനെ രാധാറാണി ഉഗ്രമായ തപസ് തുടങ്ങി നാരായണനെ പ്രസാദിപ്പിക്കാനായി. നാരായണനെ പ്രസാദിപ്പിക്കാനായി രാധാറാണി തപസ് തുടങ്ങുകയാണ്. രാധാറാണിയുടെ തപസ്സിൽ ദേവലോകം ഇളകി മറിഞ്ഞു. അപ്പോൾ സാക്ഷാൽ നാരായണൻ അത്ഭുതം കൂടി. നാരായണൻ പറഞ്ഞു, ഇത് എന്താണിത്? ഇത് എങ്ങനെയാണ് ഇവക്ക് ഞാൻ കൊടുക്കുന്നത്? അത് പറ്റില്ല, അവളില്ലാതെ ഞാൻ എങ്ങനെ ഇരിക്കും? എനിക്ക് വേണം ഈ ഭൂമിയിൽ നിന്ന് ആദ്യം പോകാൻ. ഈ പ്രതിസന്ധിക്ക് എങ്ങനെ തരണം പറ്റും? എങ്ങനെ തരണം ചെയ്യാൻ കഴിയും? അപ്പൊ ദേവന്മാര് വന്നിട്ട് പറഞ്ഞു, പ്രഭോ, രാധാറാണിയുടെ തപസ്സിന്റെ ചൂടിൽ ഞങ്ങൾ വെന്തുരുകുകയാണ്, അങ്ങൊരു തീരുമാനമെടുക്കണം, അങ്ങ് ചെല്ലണം. അപ്പോൾ നാരായണൻ പറഞ്ഞു, ഞാൻ ചെന്നാൽ വരം കൊടുക്കണ്ടേ? പക്ഷേ ആ വരം അതെനിക്ക് താങ്ങാൻ പറ്റുന്ന വരമല്ല. ഈ ഭൂമിയിൽ ആരെന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കാറുണ്ട്. പക്ഷേ എൻ്റെ രാധ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവക്ക് മരിക്കണമെന്ന് പറഞ്ഞാൽ അതെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇതിനൊരു പരിഹാരം വേണം. അപ്പോൾ ഒരു വാക്ക്, നാരായണ നാരായണ. അപ്പോൾ നോക്കിയപ്പോൾ ആരാണ്? നാരദൻ. നാരദരെ, നിങ്ങൾക്കിതിനൊരു പരിഹാരം കാണാൻ പറ്റുമോ? അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, അങ്ങയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എനിക്കതിനൊരു പരിഹാരം കാണാൻ പറ്റും. അപ്പോൾ പറഞ്ഞു, എങ്കിൽ എൻ്റെ പൊന്ന് നാരദരെ, അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരൂ എന്ന് പറഞ്ഞു. നാരദ മഹർഷി പറഞ്ഞു, തീർച്ചയായിട്ടും. അങ്ങനെ രാധാറാണി ഉഗ്രമായ തപസ് നടത്തുകയാണ്. ആ തപസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ രാധാറാണി കേൾക്കുകയാണ്, നാരായണ നാരായണ നാരായണ. രാധാറാണി കണ്ണു തുറന്നപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് സാക്ഷാൽ നാരദമുനിയും. അപ്പോൾ പറഞ്ഞു, ഇത് എന്താണ്? കഠിനമായ തപസ്സാണല്ലോ. അപ്പോൾ രാധാറാണി പറഞ്ഞു, ഞാൻ നാരായണനെ പ്രത്യക്ഷപ്പെടുത്താൻ വേണ്ടി നടത്തുകയാണ്. അപ്പോൾ ചോദിച്ചു, എന്ത് വരം നേടാനാണ്? അപ്പോൾ പറഞ്ഞു, എനിക്ക് ആദ്യം മരിക്കണം. കൃഷ്ണൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എനിക്ക് മരിക്കണം നാരദരെ. അപ്പൊ നാരദമുനി പറഞ്ഞു, ഈ ഒരു വരം തരാനുള്ള കെൽപ്പ് ആർക്കില്ല. ഈ ഒരു വരം തരാനുള്ള ഒരു ശക്തി പിന്നെ നാരായണനില്ല. ഇത് വേണമെങ്കിൽ ഒന്നുകിൽ സരസ്വതിയെ ധ്യാനിക്കൂ, അതല്ലെങ്കിൽ തുളസീദേവിയെ ധ്യാനിക്കൂ, അല്ലെങ്കിൽ പാർവതിയെ ധ്യാനിക്കൂ. ഇത് മൂന്നിൽ ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രമേ ഈ വരം നൽകാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നാരദ മഹർഷി അങ്ങ് പറഞ്ഞതിനെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് രാധാറാണി സാക്ഷാൽ സരസ്വതിയെ തന്നെ ധ്യാനിക്കാൻ തുടങ്ങി. ഉഗ്രമായ തപസ് തുടങ്ങി. ഉഗ്രമായ തപസ് തുടങ്ങിയപ്പോൾ കൃഷ്ണൻ സരസ്വതീ ദേവിയെ സമീപിച്ചു. സരസ്വതീ ദേവിയെ സമീപിച്ചിട്ട് കൃഷ്ണൻ പറഞ്ഞു, ഒരു കാരണവശാലും രാധയ്ക്ക് വരം കൊടുക്കരുതേ, അതെനിക്ക് താങ്ങാൻ പറ്റില്ല. അപ്പൊ സരസ്വതീ ദേവി പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാനാണ്? നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ രാധയുടെ തപസ് മുടക്കൂ. കാരണം അവൾ അങ്ങേയറ്റം ഭക്തിയോടുകൂടിയാണ് എന്നെ തപസ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് പ്രത്യക്ഷപ്പെടാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകിൽ തപസ് മുടക്കണം. ഇപ്പോൾ തന്നെ രാധയുടെ ചൂടിൽ ബ്രഹ്മലോകം ഇളകി മറിയുകയാണ്. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, എനിക്കൊരല്പം സമയം തരണം.
അവളുടെ തപസ് ഞാൻ മുടക്കിത്തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അങ്ങനെയാകട്ടെ. അപ്പോൾ കൃഷ്ണന്റെ അടുത്ത് പറഞ്ഞു, ഇതാ ഇത്ര നാളിനകത്ത് വെച്ചുകൊണ്ട്, അത് എത്രയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഇത്ര നാളിനകത്ത് വെച്ച് രാധയുടെ തപസ് മുടക്കിയിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കൃഷ്ണൻ രാധാറാണിയുടെ തപസ് മുടക്കാൻ തീരുമാനിച്ചു. അങ്ങനെ രാധാറാണി തപസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്നപ്പോൾ രാധാറാണി അവിടെയില്ല. രാധാറാണി അവിടെയില്ല. രാധാറാണി അതിനേക്കാൾ ബുദ്ധിമതിയാണ്. രാധാറാണി നാരദര് പോയി കഴിഞ്ഞപ്പോൾ വിശാഖയോട് പറഞ്ഞു, വിശാഖേ, ഇത് കൃഷ്ണന്റെ കളിയാണ്. തീർച്ചയായിട്ടും എൻ്റെ തപസ് അവർ മുടക്കും. ഈ ഒരു വരം തരാൻ അവൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഞാൻ സൂക്ഷ്മമായി പ്രകൃതിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. ഇത് കൃഷ്ണൻ എവിടെ അന്വേഷിച്ചിട്ടും കാണുന്നില്ല. ഇത് കണ്ടിട്ട് ശിവൻ പാർവതീദേവിയോട് പറഞ്ഞു, കൃഷ്ണൻ ഒരിക്കലും രാധയെ കണ്ടെത്താൻ പറ്റില്ല. എന്തേ കണ്ടെത്താൻ പറ്റാത്തത്? അപ്പോൾ പറഞ്ഞു, ഈ പ്രകൃതി എന്ന് പറയുന്നത് രാധയാണ്. ആ പ്രകൃതിയുടെ ഏതോ ഭാഗത്ത് സൂക്ഷ്മ രൂപത്തിൽ ഇരിക്കുകയാണ് രാധ. ആ രാധയെ കണ്ടുപിടിക്കാൻ എത്ര ശ്രമിച്ചാലും കൃഷ്ണന് കഴിയില്ല. സരസ്വതി ദേവി പറഞ്ഞ ആ ദിവസം തീരാറായി കഴിഞ്ഞു. കൃഷ്ണനാകെ സങ്കടമായി, നിരാശയായി. ഒടുവിൽ ആ ദിവസം വന്നു. അതെ, സാക്ഷാൽ നാരായണന് പോലും രാധാറാണിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ രാധാറാണി ആരാണെന്ന് ആലോചിച്ച് നോക്കേ. സാക്ഷാൽ നാരായണൻ അരിച്ചു പെറുക്കി എന്തും ജ്ഞാനദൃഷ്ടി കൊണ്ട് കണ്ടെത്താൻ പറ്റുന്ന കൃഷ്ണന് പോലും രാധാറാണിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആ സമയം കഴിഞ്ഞപ്പോൾ സരസ്വതീ ദേവി രാധാജിയുടെ മുന്നിൽ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, മകളെ, നീ എന്തിനു വേണ്ടിയാണ് ഈ തപസ് ചെയ്യുന്നത്? അപ്പോൾ ദേവിയെ നമസ്കരിച്ചതിന് ശേഷം രാധാജി പറഞ്ഞു, ഞാൻ ഈ തപസ് ചെയ്യുന്നത് എനിക്ക് ആദ്യം മരിക്കണം. അപ്പോൾ ആ ദേവി അനുഗ്രഹിച്ചു, തഥാസ്തു. ഈ ഭൂമിയിൽ നിന്ന് ആദ്യം പോകുന്നത് ആരായിരിക്കും? നീയായിരിക്കും. അങ്ങനെ അനുഗ്രഹം കൊടുത്തു. ആ അനുഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് കൃഷ്ണൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ രാധാറാണി ഈ ഭൂലോകം വിട്ടത്. അത്രയ്ക്കിഷ്ടമാണ് രാധാറാണിക്ക് കൃഷ്ണനെ. വൃന്ദാവനം വിട്ടിട്ടും തന്നെ തിരിഞ്ഞു നോക്കിയില്ല എങ്കിലും രാധാറാണിയുടെ പ്രാണനിൽ കൃഷ്ണനെ ചേർത്ത് കഴിഞ്ഞു എന്ന സത്യം നിങ്ങൾ അറിയുക. ഇനി നമുക്ക് മുമ്പ് എവിടാണ് നിർത്തിയിരുന്നതെന്ന് ഓർമ്മയുണ്ടോ? അതെ, ഭീമസേനനും ദ്രൗപദിയും കൂടെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മുറിയിൽ നിന്ന് ഇറങ്ങുകയാണ്. കോപാകുലനായിട്ട് അർജുനൻ കയറി വരികയാണ്. അർജുനൻ ആകെ ദേഷ്യത്തിലാണ്. അർജുനന്റെ ആ പോക്ക് കണ്ട് ദ്രൗപദി അമ്പരന്ന് പോയി. പക്ഷേ ഭീമസേനൻ ദ്രൗപദിയെ വിളിച്ചു കൊണ്ടുപോയി. അർജുനൻ കൃഷ്ണന്റെ അടുക്കലേക്ക് വന്നു. അർജുനൻ ഒരു കൊടുങ്കാറ്റ് പോലെയാണ് കയറി വന്നത്. അപ്പൊ കൃഷ്ണൻ ചോദിച്ചു, അർജുന, എന്താണ് നിനക്ക് പറ്റിയത്? അപ്പോൾ പറഞ്ഞു, എന്താ പറ്റിയതെന്നോ? അങ്ങ് അറിഞ്ഞില്ലേ ഞാൻ കൊണ്ടുവന്ന പെണ്ണിനെ 5 പേര് കൂടി പങ്കിട്ടെടുക്കുന്നു. എന്നിട്ട് ഇന്നലെ എൻ്റെ ജ്യേഷ്ഠൻ ഒരു നിയമം കൊണ്ടുവന്നു അത്രേ. അതായത് ഓരോരുത്തർക്കും ഊഴം കൽപ്പിച്ചിരിക്കുന്നു. ഒരാളെടുത്ത് ദ്രൗപദി പോയാൽ പിന്നെ 5 വർഷം കഴിഞ്ഞേ അടുത്ത ആള് വരുത്തുള്ളൂ. ഇതെന്താണ് കൃഷ്ണ? ഞാൻ സ്വയംവരത്തിന് പോയി. ഞാൻ എൻ്റെ കൈക്കരുത്തുകൊണ്ടാണ് ദ്രൗപദിയെ നേടിയത്. എന്നിട്ടോ അത് 5 പേരും കൂടെ പങ്കുവയ്ക്കാൻ എൻ്റെ മാതാവ് പറയുന്നു. ഗുരുദേവനാകട്ടെ അതിനെ അനുകൂലിച്ചു പറയുന്നു. ആ സമയത്ത് ഇങ്ങനെ 5 വർഷത്തെ ഇടവേള തീർക്കാൻ രാധാറാണി ഉപദേശിക്കുന്നു. എനിക്ക് മനസ്സിലാകുന്നില്ല. അതിൻ്റെ കൂട്ടത്തിൽ ജ്യേഷ്ഠന്റെ ഒരു പ്രഖ്യാപനവും. എന്തിനാണ് രാധ അങ്ങനെ ഉപദേശിച്ചത്? കൃഷ്ണനൊന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, അല്ല അർജുന, നീ ആകെ അസ്വസ്ഥനാണല്ലോ അർജുന. നീ എൻ്റെ കൂടെ ദ്വാരകയ്ക്ക് വരുന്നുണ്ടോ? പറഞ്ഞു, ഞാൻ ദ്വാരകയ്ക്ക് വരുന്നു. എനിക്കിവിടെ സഹിക്കാൻ പറ്റുന്നില്ല, എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ വരാം. അപ്പൊ കൃഷ്ണൻ ചോദിച്ചു, അല്ല, നീ എൻ്റെ കൂടെ
ദ്വാരകയ്ക്ക് വന്നാൽ നിന്റെ ജ്യേഷ്ഠൻ യുധിഷ്ഠിരന് എന്ത് തോന്നും അർജുന? അപ്പോൾ അർജുനൻ പറഞ്ഞു, എന്തോ തോന്നട്ടെ, ഞാനെന്തിനാണ് അറിയുന്നത്? അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നിങ്ങളില്ലാതെ ജ്യേഷ്ഠൻ എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും ജീവിച്ചോളണം. ഞാൻ തന്നെ വേണമെന്ന് എന്താ അത്ര വലിയ നിർബന്ധം? ഭീമൻ ജ്യേഷ്ഠനില്ലേ, നകുല സഹദേവന്മാരില്ലേ, അവരെല്ലാവരും കൂടെ അദ്ദേഹത്തെ നോക്കട്ടെ. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അർജുനന്റെ അമ്മയെയും കൂടെ അവർ നോക്കട്ടെ ഇല്ലേ? അമ്മ എന്ന് കേട്ടപ്പോൾ ഒരല്പം വിഷമം ഉണ്ടായി. അപ്പോൾ പറഞ്ഞു, നോക്കൂ, ഞാൻ പോയാൽ അമ്മയ്ക്ക് വിഷമമാകും, അതെനിക്കറിയാം. അപ്പൊ ചോദിച്ചു, അല്ല ദ്രൗപദിയെ വിട്ടിട്ട് പോയാൽ ദ്രൗപദിക്ക് എന്ത് തോന്നും? അപ്പോൾ അർജുനന്റെ മുഖം ഒന്നുകൂടി വാടി. അപ്പോൾ പറഞ്ഞു, അവൾക്ക് തോന്നും ഞാൻ അവളെ ഉപേക്ഷിച്ചു എന്ന് തോന്നും. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അതേ, നീ എൻ്റെ കൂടെ ദ്വാരകയ്ക്ക് വാ, എന്നിട്ട് 5 വർഷം കഴിയുമ്പോൾ നിനക്ക് തിരിച്ചു വരാമല്ലോ. അപ്പോൾ ചോദിച്ചു, ഗോവിന്ദ, അങ്ങ് പരിഹസിക്കുകയാണോ എന്നെ? അങ്ങെന്നെ പരിഹസിക്കുകയാണോ? എൻ്റെ മാനസികാവസ്ഥ എന്തുകൊണ്ടാണ് അങ്ങേക്ക് മനസ്സിലാകാത്തത്? ഞാൻ കൊണ്ടുവന്ന പെണ്ണിനെ 5 പേര് പങ്കിട്ടെടുക്കാൻ പറഞ്ഞാൽ അതെങ്ങനെയാണ് സഹിക്കുന്നത്? കൃഷ്ണൻ പറഞ്ഞു, അർജുന, അത് നീ പറയേണ്ടത് ഇപ്പോഴല്ല. നിന്നോട് ഗുരുദേവൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന വ്യാസമുനി, നിന്നോട് ഗുരുദേവൻ ചോദിച്ചപ്പോൾ, നിന്റെ അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ നിന്റെ ഉത്തരം ദൃഢമായിരുന്നില്ല. നീ എന്തുകൊണ്ടാണ് ഗുരുദേവന്റെ മുഖത്ത് നോക്കി അല്ലെങ്കിൽ അമ്മയുടെ മുഖത്ത് നോക്കി നീ അന്നേരം പറയാതിരുന്നത്? ഇല്ല, ദ്രൗപദി എൻ്റേതാണ്, അവളെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് നീ എന്തുകൊണ്ടാണ് അർജുന പറയാതിരുന്നത്? അപ്പൊ അർജുനൻ ഉത്തരം മുട്ടി. അർജുനൻ പറഞ്ഞു, എൻ്റെ കുറ്റമാണെല്ലാം. കാരണം ആ സമയത്ത് നിങ്ങൾ എല്ലാവരും കൂടെ അങ്ങ് ഒരുമിച്ചു, നിങ്ങൾ എല്ലാവരും കൂടി ദ്രൗപദിയെ വീതിച്ചെടുക്കുന്നതിന് നിങ്ങൾ എല്ലാം പിന്തുണച്ചു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നോക്കൂ അർജുന, നീ നിന്നെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. നിന്റെ സഹോദരങ്ങൾക്കും വേണ്ടി ഒരു ജീവിതം. നോക്കൂ, നിന്റെ സഹോദരങ്ങൾ നിന്നെ ഏതൊക്കെ വിധത്തിൽ സഹായിച്ചിട്ടുണ്ട്. ഭീമസേനൻ ഇല്ലായിരുന്നു എങ്കിൽ വാരണവാദത്തിൽ നിന്ന് നീ രക്ഷപ്പെടുമായിരുന്നോ? രാക്ഷസാവർത്തത്തിൽ ഭീമന്റെ കൈക്കരുത്തുകൊണ്ട് മാത്രമല്ലേ നിങ്ങൾ ജീവിച്ചത്? ഭീമൻ അവിടെ വന്ന് ഇടുമ്പിയെ സ്വന്തമാക്കിയില്ലായിരുന്നെങ്കിൽ ആ രാക്ഷസന്മാർ നിങ്ങളെ ഭക്ഷിക്കത്തില്ലേ? നിങ്ങളുടെ അമ്മയോ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ലേ ജീവിച്ചത്? നിങ്ങൾ ഒന്നിച്ചു നിൽക്കുക എന്നത് ആ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ? അപ്പൊ നിങ്ങൾ 5 മക്കളും കൂടി ഇങ്ങനെ ഭിന്നിക്കണോ? പിന്നെ നീ ദ്രൗപദിയെ കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു യുവതി ആഗ്രഹിക്കുമോ 5 പേരുടെ ഭാര്യയാകാൻ? അർജുന, എന്നിട്ടും അവൾ സമ്മതിച്ചു. എന്തുകൊണ്ടാണ് അവൾ സമ്മതിച്ചതെന്ന് നിനക്കറിയാമോ? രാധ പറഞ്ഞിട്ട്. കൃഷ്ണൻ പറഞ്ഞു, അല്ല, രാധ പറഞ്ഞിട്ടല്ല. അവിടെ ഒരു കാര്യമുണ്ട്. 2 ഉദ്ദേശങ്ങളാണ് ദ്രൗപദിക്കുണ്ടായിരുന്നത്. ഒന്ന്, തൻ്റെ പിതാവിനെ വധിച്ച ദ്രോണരോട് പകരം വീട്ടുക. അർജുന, ദ്രോണരെ വധിക്കാൻ നിനക്കാകുമോ? നിന്റെ കൈക്കരുത്തിനാകും, പക്ഷേ ഗുരുവിനെതിരെ. അർജുന, നീ ആയുധം എടുക്കുമോ? അർജുനന്റെ ശിരസ് ഉരിഞ്ഞു. അപ്പോൾ പിന്നെ ഗുരുവിനെ വധിക്കാൻ ബാക്കിയുള്ളവർ വേണം. രാധാറാണി ഇങ്ങനെയാണ് പറഞ്ഞത്. രാധ പറഞ്ഞു, നിനക്ക് ദ്രോണരെ വധിക്കണം എന്നുണ്ടെങ്കിൽ നീ 5 പേരുടെയും ഭാര്യയാകണം. മറിച്ച് നിനക്ക് നല്ലൊരു ദാമ്പത്യം മതി, ദ്രോണവധം മനസ്സിൽ നിന്ന് വിട്ടേരെ. അങ്ങനെയാണെങ്കിൽ നീ അർജുനനെ മാത്രം സ്വീകരിക്കണം. അതാണ് രാധ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഒരാളെടുത്ത് വന്നാൽ പിന്നെ 5 വർഷം എന്ന് പറഞ്ഞത്? അപ്പൊ കൃഷ്ണൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, പെണ്ണിന്റെ മനസ്സ് പെണ്ണിന് മാത്രമേ അറിയാമൂ അർജുന. ഒരു കാര്യം എപ്പോഴും അറിയുക, ഈ വധുവിനെ നമ്മുടെ സ്വന്തമായി കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചു കഴിയുമ്പോൾ അവളിലുള്ള താല്പര്യം കുറയും. അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും, അതാണ് വിവാഹം കഴിക്കുന്ന സമയത്ത് ഭർത്താവിന് ഭാര്യയോട് അങ്ങേയറ്റം സ്നേഹമാണ്.
ദിവസങ്ങൾ കഴിയും തോറും ആ സ്നേഹം കുറഞ്ഞു വരും. കാരണം രണ്ടുപേരുടെയും സാമീപ്യമാണ്. നിങ്ങൾക്കിടയിൽ അത് വരാൻ പാടില്ല. നിങ്ങൾ ഓരോരുത്തരും ദ്രൗപദിയിൽ മോഹിതനായിരിക്കണം. ആ ദ്രൗപദിയോടുള്ള മോഹം ഒന്നായിരിക്കും നിങ്ങളെ ധർമ്മയുദ്ധത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അർജുന, ആപത്തുകളാണ് നാല് ചുറ്റും. കിഴക്ക് ജരാസന്ധൻ, മധ്യത്തിൽ ദുര്യോധനൻ, വടക്ക് ശകുനിയുടെ പിതാവായിട്ടുള്ള ആ സുബാലൻ, തെക്ക് ശിശുപാലൻ. അപ്പോൾ ധർമ്മം ക്ഷയിക്കുകയാണ്. ആ ധർമ്മം സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 5 പേരും ഒന്നിച്ചു തന്നെ നിൽക്കണം. അപ്പോൾ പറഞ്ഞു, ധർമ്മം സ്ഥാപിക്കാൻ അങ്ങല്ലേ ഉള്ളത്, അത് അങ്ങയുടെ ജോലിയല്ലേ. ഈ ഞങ്ങൾ 5 പേരെന്താണ്, ധർമ്മത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? കൃഷ്ണൻ പറഞ്ഞു, ധർമ്മത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ചെയ്യാനുണ്ട്. ദ്രൗപദിയുടെ ഈ തീരുമാനം ശരിക്കും ശരിയാകുന്നു. 5 വർഷത്തിൽ ഒരിക്കൽ ഒരാളുടെ കൂടെ കഴിഞ്ഞാൽ മതി എന്ന് രാധ പറഞ്ഞത് അങ്ങേയറ്റം ശരിയാണ്. കാരണം ഒരാള് ദ്രൗപദിയോടൊത്ത് കഴിഞ്ഞാൽ പിന്നെ 5 വർഷം കഴിഞ്ഞേ വരാൻ പറ്റൂ. അപ്പോൾ ദ്രൗപദിയോടുള്ള നിങ്ങളുടെ അഭിനിവേശം വളരെ തീക്ഷ്ണമായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ്രൗപദി പറയുന്നത് നിങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കും. ദ്രൗപദിയാകട്ടെ ധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. രാധ പറഞ്ഞ തീരുമാനം തെറ്റാണെന്ന് നിനക്ക് തോന്നുന്നു എങ്കിൽ നീ ദ്വാരകയിലേക്ക് വാ. അപ്പോൾ പറഞ്ഞു, കൃഷ്ണ, നിങ്ങളൊക്കെ നിങ്ങളുടെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ. എന്ത് ധർമ്മം? ധർമ്മം സ്ഥാപിക്കാൻ കൃഷ്ണന് കഴിയും. ഞാൻ എന്തിന്? ഞാൻ എന്ന വ്യക്തിയുടെ മനസ്സിനെ കുറിച്ച് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ സമയത്ത് രാധാറാണി ഗാഠനിദ്രയിലായിരുന്നു. അപ്പോൾ രാധാറാണിയുടെ ദേഹത്ത് നിന്ന് എന്തോ ഒന്ന് ഉണരുകയാണ്. അസാമാന്യമായ പ്രകാശമുള്ള എന്തോ ഒന്ന്. അവിടെ ആകെ പ്രകാശം വരുന്നു. പതുക്കെ ആ പ്രകാശം ചുരുങ്ങി. അല്പനേരം കഴിഞ്ഞപ്പോൾ അർജുനന്റെ മുന്നിൽ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു പ്രകാശം വന്നു. കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു പ്രകാശം. ആ പ്രകാശത്തിൽ അർജുനൻ കാണുകയാണ് സാക്ഷാൽ ഗോലോക റാണിയെ. കൃഷ്ണൻ പോലും നമസ്കരിക്കുന്ന ഗോലോക റാണിയെ. ഒരൊറ്റ നിമിഷം കൃഷ്ണന്റെ അർജുനൻ ആ പാദങ്ങളിൽ വീണിട്ട് പറഞ്ഞു, അമ്മേ അമ്മേ അമ്മേ, ഇത് എന്താണ് അമ്മേ? അപ്പോൾ രാധാറാണി പറഞ്ഞു, എഴുന്നേൽക്കൂ അർജുന, നീ എഴുന്നേൽക്കൂ. നീ ഒരു കാര്യം മനസ്സിലാക്കൂ. കൃഷ്ണൻ ഇവിടെ വന്നിരിക്കുന്നത് ധർമ്മം സ്ഥാപിക്കാനാണ്. ഈ ധർമ്മം സ്ഥാപിക്കാൻ കൃഷ്ണൻ ഒറ്റയ്ക്ക് മാത്രം ശ്രമിച്ചാൽ നടക്കില്ല. നിങ്ങൾ 5 പേരുടെ പിന്തുണ ഉണ്ടായിരിക്കണം. നിങ്ങളെ 5 പേരെയും ഒന്നിച്ചു നിർത്താൻ ഈ ഭൂമിയിൽ ദ്രൗപദി അല്ലാതെ മറ്റൊരു സ്ത്രീ ഇല്ല എന്നറിയുക. നിങ്ങൾ 5 പേരും 5 ദ്രൗപദി അല്ലാതെ മറ്റുള്ളവരെ വിവാഹം കഴിച്ചാൽ നിങ്ങൾ പരസ്പരം ചേരുകയില്ല. നിങ്ങളെ ഒന്നിച്ചു നിർത്താൻ ദ്രൗപദിക്ക് മാത്രമേ കഴിയൂ. എന്നിട്ട് ഒരു നിമിഷം നിന്നു. അർജുനന്റെ കണ്ണുകളിലേക്ക് നോക്കി. അർജുനന്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് രാധാറാണി പറഞ്ഞു, അർജുന, നീ ആരാണെന്ന് നിനക്കറിയാമോ? നീ നരനാണ്. ഈ നിൽക്കുന്ന കൃഷ്ണൻ ആരാണെന്നറിയുമോ? നാരായണനാണ്. ഈ നിൽക്കുന്ന കൃഷ്ണൻ നാരായണൻ. നീ നരനാണ്. നിങ്ങൾ നരനാരായണന്മാരാണ്. നാരായണന് കർമ്മം പൂർത്തിയാക്കാൻ നരൻ വേണം. നരനില്ലാതെ പറ്റുകയില്ല അർജുന എന്ന് പറഞ്ഞതിന് ശേഷം രാധാറാണി ഒരു താമരത്തണ്ടെടുത്ത് നീട്ടി. ആ താമരത്തണ്ട് കൈക്കലാക്കാൻ പറഞ്ഞു. ആ താമരത്തണ്ട് അർജുനൻ കയ്യിലെടുത്തു. അപ്പോൾ രാധാറാണി പറഞ്ഞു, ഇനി നീ കൃഷ്ണന്റെ കൈകളിലേക്ക് പിടിക്കൂ അർജുന. അപ്പോൾ അർജുനൻ കൃഷ്ണന്റെ കൈകളിലേക്ക് പിടിച്ചു. അതേ, ജന്മങ്ങൾക്കപ്പുറത്തേക്ക് അർജുനൻ പോവുകയാണ്. അർജുനൻ കാണുകയാണ് നരനും നാരായണനും. പെട്ടെന്ന് അർജുനൻ കൃഷ്ണന്റെ കാൽക്കൽ വീണു. ഭഗവാനേ, എൻ്റെ അറിവില്ലായ്മയാണേ, പൊറുക്കണേ. രാധാറാണി പറഞ്ഞു, അർജുന, നീ എഴുന്നേൽക്കൂ. നീ ഇന്നു മുതൽ നരനാണ്.
ഈ നിൽക്കുന്നത് കൃഷ്ണനല്ല, ഈ നിൽക്കുന്നത് നാരായണനാണ്. നരനാരായണന്മാർ ഈ ഭൂമിയിൽ വന്നത് ധർമ്മം സ്ഥാപിക്കാനാണ്. നിങ്ങളുടെ ലക്ഷ്യം ധർമ്മ പുനഃസ്ഥാപനമാണ്. അതുകൊണ്ട് അർജുന, ഇന്നു മുതൽ കൃഷ്ണന്റെ കൂടെ നീ നിഴൽ പോലെ ഉണ്ടാകണം. അതെനിക്ക് സത്യം ചെയ്തു തരണം നീ. നരനും നാരായണനും ഒന്നിച്ചാൽ മാത്രമേ ഈ ഭൂമിയിൽ ധർമ്മം സ്ഥാപിക്കാൻ കഴിയൂ. അതുകൊണ്ട് നീ എനിക്ക് വാക്ക് തരണം, നരനും നാരായണനും ഇവിടെ വെച്ച് ഒന്നിക്കുന്നു എന്ന്. അപ്പോൾ അർജുനൻ പറഞ്ഞു, അമ്മേ രാധേ, രാധാറാണി അമ്മേ, ഞാനിതാ വാക്ക് തരുന്നു. ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ കൃഷ്ണന്റെ കൂടെ ഒരു നിഴല് പോലെ ഞാൻ ഉണ്ടാകും. അതൊരിക്കലും മാറുകയില്ല. ഈ നിമിഷം മുതൽ കൃഷ്ണന്റെ വാക്ക് എനിക്ക് അവസാന വാക്കായിരിക്കും. പക്ഷേ എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് അമ്മേ. അപ്പൊ രാധാജി ചോദിച്ചു, എന്താണ്? എന്നെ കഠിന രാധാഭക്തനാക്കി മാറ്റണേ, എന്നെ കഠിന രാധാഭക്തനാക്കി മാറ്റണേ. ആപത്ത് വരുമ്പോൾ എനിക്ക് ഉപദേശം നൽകണേ. അപ്പോൾ രാധാജി പറഞ്ഞു, തഥാസ്തു, അങ്ങനെ തന്നെ ഭവിക്കും. അപ്പൊ അർജുനൻ പറഞ്ഞു, ഒരു കാര്യവും കൂടെ എനിക്ക് തരണേ മാതാവേ. അപ്പൊ ചോദിച്ചു, എന്താണ്? എൻ്റെ ദ്രൗപദിയെ ഞാൻ അവിടുത്തെ കൈകളിൽ ഏൽപ്പിക്കുകയാണ്. കാരണം എനിക്കിപ്പോൾ പേടിയുണ്ട്. ഞങ്ങൾ 5 പേരുടെ ഭാര്യയാണ്. അവളുടെ മനസ്സ്, ഇനി വരുന്ന ജീവിതങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ തന്നെ ദ്രോണരെ കൊല്ലേണ്ടി വരുമോ? എനിക്കതിന് കഴിയില്ല. ആകെ സംഘർഷഭരിതമാണ്. എൻ്റെ ദ്രൗപദിയെ ഞാൻ അവിടുത്തെ കൈകളിൽ ഏൽപ്പിക്കുന്നു. അവളെ സംരക്ഷിക്കണേ, അവക്കൊരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കണേ. രാധാറാണി പറഞ്ഞു, ദ്രൗപദിയുടെ സംരക്ഷണ ചുമതല ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. എൻ്റെ കൈകളിൽ ദ്രൗപദി സുരക്ഷിതയായിരിക്കും. അർജുന, നീയും സുരക്ഷിതനായിരിക്കും. നീ കൃഷ്ണന്റെ കൈകളിൽ സുരക്ഷിതനാകുമ്പോൾ അതോടൊപ്പം തന്നെ ദ്രൗപദി എൻ്റെ കൈകളിൽ സുരക്ഷിതയായിരിക്കും. ഇന്നു മുതൽ നരനാരായണന്മാർ കൃഷ്ണാർജുനന്മാരായി ഈ ഭൂമിയിൽ അറിയപ്പെടുന്നു. കൃഷ്ണാർജുന സംഗമം അത് സംഭവിച്ചു കഴിഞ്ഞു. ഇനി വളരെ വേഗത്തിൽ നിങ്ങൾക്കൊരു വലിയ യുദ്ധം നേരിടേണ്ടി വരും. അന്ന് ഈ ഇരിക്കുന്ന നാരായണനായിരിക്കും നിന്റെ രഥം തെളിക്കുന്നത്, നിന്റെ മാർഗനിർദ്ദേശങ്ങൾ തരുന്നത്. അതിൽ നീ വിജയിച്ചിരിക്കും അർജുന. അതുകൊണ്ട് നീ ഇന്നു മുതൽ നാരായണനോടൊപ്പം കൂടുക. പെട്ടെന്ന് ആ പ്രകാശം അപ്രത്യക്ഷമായി. അപ്പോൾ അർജുനൻ കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു, നാരായണ, നാരായണനെ ഞാൻ നമസ്കരിക്കുന്നു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നീ നരനാണ്, നമ്മൾ നരനാരായണന്മാരാണ്. നമ്മൾ ഒന്നിച്ചാൽ പിന്നെ ഈ ലോകത്താർക്കും ഒന്നിനും നമ്മളെ തടയാൻ കഴിയില്ല. നമുക്ക് കവചമായി രാധയുണ്ട്. അർജുന, നിനക്ക് ഞാൻ രാധാ കവചം ഉപദേശിച്ചു തരാം. ആ രാധാ കവചമായിരിക്കും നിന്നെ കുരുക്ഷേത്രത്തിൽ രക്ഷിക്കുന്നത്. കുരുക്ഷേത്രത്തിൽ അയക്കുന്ന സകല അമ്പുകളിൽ നിന്നും നിന്നെ രക്ഷിച്ചു നിർത്തുന്നതും, കർണന്റെ ആക്രമണത്തിൽ നിന്ന് നിന്നെ രക്ഷിച്ചു നിർത്തുന്നതും രാധാ കവചമായിരിക്കും. ആ രാധാ കവചം നിന്റെ ചെവിയിൽ ഞാൻ ഉപദേശിച്ചു തരാമെന്ന് പറഞ്ഞു കൃഷ്ണൻ. ആ അർജുനന്റെ ചെവിയിൽ രാധാ കവചം ഉപദേശിക്കുന്ന അസുലഭ നിമിഷമാണ്. ദേവതകൾ പോലും കൗതുകത്തോടുകൂടിയും രോമാഞ്ചത്തോടുകൂടിയും നിൽക്കുന്ന നിമിഷം. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നരനാരായണന്മാരെ ഒന്നിപ്പിച്ചത് രാധയാണെന്ന സത്യം നിങ്ങൾക്ക് ഇതിനു മുമ്പ് അറിയാമായിരുന്നു? അറിയാൻ വഴിയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതേ രാധാ കവചം ഉപദേശിക്കുകയാണ്. അസാമാന്യമായ പ്രകാശം അവിടെ പരന്നു. ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ,
ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാസേശ്വരി രാധികായേ സ്വാഹ.